നമസ്കാരം. മീഡിയ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, നമ്മൾ കുറച്ച് ദിവസമായി ഇതിലേക്ക് വന്നിട്ട് നമ്മൾ GK-യും കറണ്ട് അഫയേഴ്സുമാണ് ഇനി നമുക്ക് തീർക്കാനുള്ളത്. അതിൻ്റെ ക്ലാസ്സസ് 2 ദിവസത്തിനുള്ളിൽ ഇതിലിങ്ങനെ അപ്ലോഡ്, അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും അപ്ലോഡ് ആവുന്നതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിന്ന് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഈ ജനറൽ നോളജിൽ വരുന്നത് എന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഒന്ന്, ഇൻ്റർനാഷണൽ ഇവൻസുകൾ ഉണ്ട്. അതായത് ചില ഉടമ്പടികൾ, അതുപോലെ തന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഉടമ്പടികൾ, G8 ഉച്ചകോടികൾ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. സെക്കൻഡ് വരുന്നത് UN ബോഡീസ് ആണ്. UN സംബന്ധിച്ചിടത്തോളം അറിയാം, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ UN ബോഡീസിനെ കുറിച്ചിട്ടാണ് മറ്റൊന്നുള്ളത്. എന്തായാലും ക്ലാസ് അടുത്ത് ഇതിൽ വരും. പിന്നെ മേജർ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഏരിയ ഓഫ് സ്പോർട്സ്, അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സ്, ഇമ്പോർട്ടൻറ്റ് എൻവയൺമെൻറ്റൽ അഗ്രിമെൻറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയാം. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഉള്ള സാധനങ്ങളാണ്. പിന്നെ എമിനൻ്റ് പേഴ്സണാലിറ്റീസ് വരുന്നുണ്ട്, സ്പോർട്സ് വരുന്നുണ്ട്, അവാർഡ്. ക്ലിയർ സംബന്ധിച്ചിടത്തോളം കേരള ബേസ് ചെയ്ത് കൂടി ചോദ്യങ്ങളാണ് വരിക. ക്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ബേസ് ചെയ്തും ലോകത്തെ ബേസ് ചെയ്തുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ക്ലീനെ സംബന്ധിച്ചിടത്തോളം കേരളവും ഇന്ത്യയും അതുപോലെ തന്നെ വേൾഡും കൂടുതലും കേരളവും ഇന്ത്യയുമായിരിക്കും അതിൽ കൂടുതൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. നമുക്ക് അടുത്തത് ഫസ്റ്റ് നമുക്കിപ്പോൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് അവാർഡ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ കുറച്ച് അവാർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ അവാർഡ്സ്, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾ, അത് ഞാനിപ്പോൾ ഇതിൽ ഡീൽ ചെയ്യുമ്പോൾ എന്താണ് അവാർഡ്, എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്, ലാസ്റ്റ് ഇയർ ആരാണ് അവാർഡ് നേടിയത് എന്നുള്ള പ്രധാനപ്പെട്ട അവാർഡുകളുടെ വിഷയങ്ങളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കിവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ഏറ്റവും വലിയ അവാർഡ് ഭാരതരത്ന അവാർഡാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവാർഡാണ് ഭാരത് രത്ന എന്ന് പറയുന്ന അവാർഡ്. ആ അവാർഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമുള്ള വർക്കിന് വേണ്ടിയിട്ട്, അത് വളരെ നല്ലൊരു വർക്ക് അവരെടുത്ത്, അത് ആർട്ടിലായാലും ലിറ്ററേച്ചറിലായാലും സയൻസിലായാലും അതുപോലെ തന്നെ പബ്ലിക് സർവീസിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തലത്തിൽ നല്ല ഒരു സേവനം കാഴ്ചവെച്ച, നല്ലൊരു കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡാണത്. അപ്പോൾ ഭാരത് രത്നയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഭാരത് രത്നയെ കുറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിക്കാം. ആർക്കൊക്കെയാണ് ഭാരത് രത്ന അവാർഡ് നൽകപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഭൂപൻ ഹസാരിക എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിനാണ് 2019 ഭാരത് രത്ന അവാർഡ് നൽകിയത്. ഭാരത് രത്ന അവാർഡിനെ സംബന്ധിച്ചിടത്തോളം ആ അവാർഡ് കൊടുക്കുന്നത് ജാനുവരി 26 ജാനുവരി 26 എന്ത് ചെയ്യുന്നത്, ഈ ഭാരത് രത്ന അവാർഡ് നൽകുന്നത്. അപ്പോൾ ഭൂപൻ ഹസാരിക എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് 2019 ഈ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കിട്ടാനുള്ള കാരണം, ഹി വാസ് എ പ്ലേബാക്ക് സിംഗർ, lyrics musician, poet and film maker from Assam.
അസമിൽ നിന്നുള്ള ഒരു മ്യൂസിഷ്യനാണ്, അതുപോലെ തന്നെ ഒരു ഫിലിം മേക്കറൊക്കെ ആയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷനൊക്കെ നൽകിയ വ്യക്തിക്കാണ്, ആസാമിൽ നിന്നുള്ള വ്യക്തിക്കാണ്, ഭൂപൻ ഹസാരിക എന്ന് പറയുന്ന ആസാമിൽ നിന്നുള്ള വ്യക്തിക്കാണ് 2019 ഭാരതരത്ന അവാർഡ് നൽകിയത്. രണ്ടാമത്തെ നൽകിയ വ്യക്തി എന്ന് പറയുന്നത് നാനാജി ദേശ്മുഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് മറ്റൊരു ഭാരതരത്ന 2019 തന്നെ നൽകിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ അവാർഡ് നൽകുവാനുണ്ടായ കാരണം he was a social activist. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. He was known for his an immense contribution in the field of education, health and rural self-reliance. അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് നാനാജി ദേശ്മുഖ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷനാണ് 2019 എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആചരിച്ചത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാകാം. ഒന്ന് ഭൂപൻ ഹസാരികയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മ്യൂസീഷ്യനും ഫിലിം മേക്കറൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഒന്നാണ്. പിന്നെ നാനാജി ദേശ്മുഖ് എന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് അങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് പ്രണബ് മുഖർജിയാണ്. അദ്ദേഹം 13ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ. 2012 മുതൽ 2017 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിനാണ് ഈ അവാർഡ് നൽകപ്പെട്ടത്. അടുത്തത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. സ്പോർട്സിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ, ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് നമ്മുടെ മൈൻഡിലേക്കൊക്കെ ഓർമ്മ വരുന്നത്. അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളൂ മറ്റേവരും നമ്മളെ ക്രിക്കറ്റിലെ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 2019 ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും കൂടി പ്രൊമനൻ്റായി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തത് ഈ 2-3 പേർക്കാണ് കിട്ടിയത്. 2014 സച്ചിൻ ടെണ്ടുൽക്കറിന് കിട്ടിയത്. ഞാൻ എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന കിട്ടിയത് എന്നൊരു ചോദ്യം വരുമ്പോൾ 2014 ഭാരതരത്ന കിട്ടിയത്. അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് 1966 ഭാരതരത്ന കിട്ടിയത്. അതുപോലെ തന്നെ സത്യജിത് റായ്, ഫിലിം മേക്കർ അറിയാം, സത്യജിത് റായിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് 1992 ഭാരതരത്ന ലഭിക്കുന്നത്. അതുപോലെ തന്നെ 2 വ്യക്തികൾക്ക്, അവർ ഇന്ത്യക്കാരായിരുന്നില്ല, മറ്റ് 2 വ്യക്തികൾക്ക്, ഇന്ത്യക്കാരല്ലാത്ത 2 വ്യക്തികൾക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഭാരതരത്ന ഇന്ത്യ നൽകി ആദരിച്ചിട്ടുണ്ട്. ആ 2 വ്യക്തിത്വങ്ങളാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതുപോലെ തന്നെ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന വ്യക്തി. ഈ 2 പേർക്കാണ് 1987 ഇന്ത്യക്കാരല്ലാത്ത 2 പേർക്ക് ഭാരതരത്ന നൽകി ആദരിച്ചത്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെ കുറിച്ച് നമുക്കറിയാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന, ബോർഡർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. നെൽസൺ മണ്ടേലയെ കുറിച്ച് നമുക്കറിയാം. 1994 ദക്ഷിണാഫ്രിക്ക സ്വാതന്ത്ര്യം നേടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രയത്നം കൊണ്ടാണ്. 28 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിൽ 24 വർഷത്തോളം കണ്ടിന്യൂസ്ലി ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ചരിത്രങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹമാണ് ദക്ഷിണാഫ്രിക്കയുടെ പിതാവും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ സി രാജഗോപാലാചാര്യ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ അവാർഡ് ആദ്യമായിട്ട് സ്വീകരിച്ചത്. 1954 ആദ്യമായിട്ട് ഈ അവാർഡ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ മദർ തെരേസയ്ക്ക് 1980 അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നാച്ചുറലൈസ്ഡ് ഇന്ത്യൻ സിറ്റിസണാണ്. വേറെ രാജ്യത്ത് നിന്ന് വന്ന് ഇവിടേക്ക് വന്ന്
ഇതായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഭാരതരത്ന നൽകി നമ്മൾ ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നോബൽ പ്രൈസ് വിന്നർ കൂടിയായിരുന്നു മദർ തെരേസ എന്ന് പറയുന്നത്. 1980 അവർക്ക് ഭാരതരത്ന നൽകി ആദരിച്ചത്. സെക്കൻഡ്ലി വരുന്നൊരു വിഷയം പത്മവിഭൂഷണാണ്. ഞാൻ പത്മവിഭൂഷണെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം the award is given for exceptional and distinguished service in any field including service rendered by the governmental servants. ഭാരതരത്ന പോലെ അതിനേക്കാളും തൊട്ട് താഴെ അവാർഡായിട്ട് കാണപ്പെടുന്ന അവാർഡാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സിവിലിയൻ അവാർഡുകൾ 2 വർഷം കൂടുമ്പോഴാണ് സിവിലിയൻ അവാർഡ് കൊടുക്കാറുള്ളത്. അങ്ങനെ പത്മവിഭൂഷൺ എന്ന് പറയും, ജസ്റ്റ് ആയിട്ട് അത് പറഞ്ഞു എന്നുള്ളൂ. 2 വർഷം കൂടുമ്പോഴാണ് സിവിലിയൻ അവാർഡ് കൊടുക്കാറുള്ളത്. അടുത്തത് പത്മവിഭൂഷണാണ്. പത്മവിഭൂഷണെ കുറിച്ച് പറഞ്ഞല്ലോ, സെക്കൻഡ് സ്ഥാനം. നമുക്ക് ആരൊക്കെയാണ് പത്മവിഭൂഷൺ കൊടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. 2019 പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തികളാണ് MS തേജൻ ബായ്. MS തേജൻ ബായ്ക്കാണ് 2019 ഈ അവാർഡ് കൊടുത്തത്. ആർട്ട്, ഫോക്ക്, വോക്കൽസ് എന്നീ മേഖലയിലെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കണക്കാക്കിയാണ് ഈ അവാർഡ് കൊടുത്തത്. ശ്രീ ഇസ്മായിൽ ഉമർ, അദ്ദേഹം ഒരു വിദേശിയാണ്. പബ്ലിക് അഫയേഴ്സിൻ്റെ അദ്ദേഹത്തിനുള്ള സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ അനിൽകുമാർ മണിബായ് നായിക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ട്രേഡ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഈ മേഖലയിലെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്താണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ശ്രീ ബൽവന്ത്ര എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആർട്ട്, ആക്ടിങ്, തിയേറ്റർ, ഈ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുന്നത്. അടുത്തത് പത്മഭൂഷണാണ്. പത്മഭൂഷൺ എന്ന് പറയുന്നത് ഈ മേഖലയിൽ മൂന്നാമത്തെ അവാർഡ്, മൂന്നാമത്തെ സിവിലിയൻ അവാർഡാണ് പത്മഭൂഷൺ എന്ന് പറയുന്നത്. അപ്പോൾ പത്മഭൂഷണെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് 2019 പത്മഭൂഷൺ കിട്ടിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപാട് പേരുണ്ട് പത്മഭൂഷൺ കിട്ടിയവർ. ഞാനത് എല്ലാവരുടെ പേരും എടുത്തു പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാനെന്തായാലും PDF ഇതിൻ്റെ ഒപ്പം ഇടും, അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം മൊത്തം വായിച്ചു പോകുന്നില്ല, ഒരുപാട് പേരുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അവാർഡാണ് പത്മശ്രീ എന്ന് പറയുന്നത്. പത്മശ്രീ നമുക്ക് ഏറ്റവും വിസിബിൾ ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ യൂസഫ് അലിക്ക് കിട്ടിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഒരുപാട് പത്മശ്രീ യൂസഫ് അലി എന്ന് കേൾക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് പരിചിതമായിരിക്കുന്ന ഒരു സംഭവമായിരിക്കും പത്മശ്രീയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പത്മശ്രീ എന്ന് പറയുന്നത് ഈ മേഖലയിലെ 4ാമത്തെ അവാർഡാണ്. അത് ഒന്ന് മനസ്സിലാക്കുക. പത്മശ്രീയെ സംബന്ധിച്ചിടത്തോളം 100ഓളം വ്യക്തികൾക്ക് ആ അവാർഡ് പത്മശ്രീ നൽകപ്പെട്ടിട്ടുണ്ട്. ചില സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേയിലാണെന്നും ഈ അവാർഡ്, അതായത് സിവിലിയൻ അവാർഡുകൾ അനൗൺസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് പ്രധാനമായിട്ടും അനൗൺസ് ചെയ്യാറുള്ളത്. ചില സമയങ്ങളിൽ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്നും ഇത് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഇതിൽ ആദ്യം പറഞ്ഞ ഭാരതരത്നയും പത്മവിഭൂഷണും ആർക്കൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മറ്റേതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക സംഭവം. കാരണം ചിലപ്പോൾ ഓപ്ഷൻ വരും. 2019 ഇന്ന മേഖലയിൽ പത്മശ്രീ കിട്ടിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ
അതിന് മുമ്പുള്ള വർഷങ്ങളിലേക്കൊന്നും പോവില്ല, 2019 പോവുക. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയണമെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗാലൻട്രി അവാർഡിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗാലൻട്രി അവാർഡ്സ്? നമുക്കൊന്ന് പരിശോധിക്കാം. ആരൊക്കെയാണ്? അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു അവാർഡിനെ കുറിച്ചിട്ട് നമുക്കൊന്ന്, നാഷണൽ ഫിലിം അവാർഡ്സിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പോവാം. അതായത് 2019 നാഷണൽ ഫിലിം അവാർഡുകൾ ഏതൊക്കെയാണ്? ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് ഹെലാരോ എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. ഗുജറാത്തി ഫിലിമിനാണ് ആ അവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടറായിട്ടുള്ള വ്യക്തി ആദിത്യ ദാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉറി എന്ന ഫിലിം, ആ ഫിലിമിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് ആയുഷ്മാൻ ഖുറൂന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് നടി എന്ന് പറയുന്നത് കീർത്തി സുരേഷാണ്. കീർത്തി സുരേഷിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള നടിയുടെ മകൾ കൂടിയാണ് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ അഭിനയിച്ച ഒരു നടിയുടെ മകളായിരുന്നു എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യമെന്നുള്ളത്. മറാത്തി ഫിലിമിനാണ് അവർക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ 2019 ഞാൻ എന്തായാലും PDF ഇടും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കാം. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നോക്കാം. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ സിവിലിയൻ അവാർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് പരംവീര ചക്ര, മഹാവീർ ചക്ര. ഞാൻ പറയുന്നത് ഇത് ഹയറാർക്കി അനുസരിച്ചിട്ട് ഏറ്റവും നല്ല പട്ടാളക്കാരന് കൊടുക്കുന്ന അവാർഡാണ്. അതിനേക്കാളും മറ്റ് ചിലർ മരിച്ച ആളുകൾക്കും പലപ്പോഴും ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാവീർ ചക്ര, വീർ ചക്ര, അശോക് ചക്ര, ശൗര്യ ചക്ര, കീർത്തി ചക്ര എന്ന് പറയുന്ന 6 അവാർഡുകളുണ്ട്. അപ്പോൾ ഈ അവാർഡുകളാണ് വിവിധ മേഖലയിൽ ഗാലൻട്രി അവാർഡുകൾ, കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡുകളാണ് ഈ അവാർഡുകൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് മറ്റ് 1-2 അവാർഡുകളെ കുറിച്ച് നമുക്കൊന്ന് പോവാം. ഇന്ത്യ സയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡുണ്ട്. ആ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സയൻസ് അവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2004 മുതൽ സ്റ്റാർട്ട് ചെയ്ത അവാർഡാണ് ഇന്ത്യ സയൻസ് അവാർഡ്. പ്രൊമനൻ്റ് ആയിട്ടുള്ള, നോട്ടബിൾ ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾക്ക് നൽകുന്ന അവാർഡാണ് ഈ അവാർഡ് എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റൊന്ന് വ്യാസ് സമ്മാനാണ്. വ്യാസ് സമ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ലിറ്ററേച്ചർ വർക്കിൽ കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡാണ്. അതായത് ഹിന്ദി മേഖല, ഹിന്ദി ലിറ്ററേച്ചർ, ഹിന്ദി സാഹിത്യത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡാണ് വ്യാസ് സമ്മാൻ എന്ന് പറയുന്ന അവാർഡ്. 2019 ഇന്ത്യ സയൻസ് അവാർഡ് 2019 നൽകപ്പെട്ടത് മൊണാലി സർവേ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ആ അവാർഡ് നൽകിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വ്യാസ് സമ്മാനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ബിർള ഫൗണ്ടേഷനാണ് ആ അവാർഡ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ആ അവാർഡ് നേടിയത് 2000 എന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് അവാർഡ് നേടിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഗസ് കി നാവ് എന്ന് പറയുന്ന ഒരു നോവലിനാണ്, കാഗസ് കി നാവ് എന്ന് പറയുന്ന നോവലിനാണ് നസീറ ശർമ്മക്ക് 2019 വ്യാസ് സമ്മാൻ അവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ
അപ്പോൾ ആ അവാർഡിൻ്റെ ഡീറ്റെയിൽസ് അതാണ്. ഞാനൊരു ജസ്റ്റ് ഒരു വിഷയം കൂടി അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സരസ്വതി സമ്മാൻ എന്ന് പറയുന്ന ഒരു അവാർഡുണ്ട്. ആ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം 1992 ബിർള ഫൗണ്ടേഷൻ തന്നെയാണ് ആ അവാർഡ് കൊണ്ടുവന്നത്. ആ അവാർഡ് എന്ന് പറയുന്നത് ഹിന്ദിയിലേക്കാളപ്പുറം നമ്മളുടെ 8th ഷെഡ്യൂളിലുള്ള 18ഓളം ഭാഷകളിൽ ആ ലിറ്ററേച്ചർ വർക്കുകളിൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകൾക്കാണ് സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതും ബിർള ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. ഇത് വ്യാസ് സമ്മാൻ എന്ന് പറയുന്നത് ഹിന്ദിയിൽ മാത്രമാണ്. സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 8th ഷെഡ്യൂളിൽ പെടുന്ന, ഇന്ത്യയുടെ ഭാഷയെ നമുക്കറിയാം ഹിന്ദിയാണ്, അതുകൊണ്ടാണ് വ്യാസ് സമ്മാൻ അവാർഡ് അതിനും സരസ്വതി സമ്മാൻ എന്ന് പറയുന്ന അവാർഡ് ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട ഭാഷകളിലും കൊടുക്കുന്ന അവാർഡാണ്. അതുപോലെ തന്നെ ഒരുപാട് അവാർഡുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ആ അവാർഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ഒരു ഡെവലപ്മെൻറ്റ് വർക്കോ റിസർച്ച് വർക്കോ ഒക്കെ നടത്തി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുന്ന സയൻറ്റിസ്റ്റിനോ എഞ്ചിനീയേഴ്സിനോ കൊടുക്കുന്ന അവാർഡാണ് സാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് എന്ന് പറയുന്ന ഒരു അവാർഡ്. അടുത്തത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ്. നമുക്കറിയാം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തികളാണ് നമ്മൾ. 1970 മുതലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. അതായത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ നൽകുന്ന, ഏറ്റവും നല്ല ഫേമസ് ആയ ആക്ടർ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് നൽകുന്ന അവാർഡാണ് ഈ പറയുന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. 2019 നമുക്കറിയാം അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഹിന്ദി നടനാണ് ആ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. അവാർഡ് 1991-92 കാലഘട്ടങ്ങളിലാണ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. നമുക്കറിയാം രാജീവ് ഗാന്ധി മരിച്ചതോടെയാണ് ആ അവാർഡ് ഏർപ്പെടുത്തുന്നത്. ആ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സിൽ ഒരു അസാധാരണമായ കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക്, അല്ലെ സ്പോർട്സിൽ ഒരു അച്ചീവ്മെന്റ് തെളിയിച്ച വ്യക്തികൾക്ക് കൊടുക്കുന്ന അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020 കൊടുത്തത് രോഹിത് ശർമ്മക്കാണ്. രോഹിത് ശർമ്മയെ കുറിച്ച് നമുക്ക് വളരെ അറിയാം. ക്രിക്കറ്റ് എന്നത് ഇന്ത്യയിൽ പ്രൊമിനൻ്റ് ഒരു പ്രധാനപ്പെട്ട കളിയായതുകൊണ്ട് തന്നെ ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ 2020 ആ അവാർഡ് കൊടുക്കുന്നത് രോഹിത് ശർമ്മക്കാണ്. അതുപോലെ തന്നെ 2019 പുനില ദീപ മാലിക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്, 2 വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. ബജ്രംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് റെസ്ലിംഗിൽ കൊടുക്കുന്നുണ്ട്. പുനിയ ദീപ മാലിക് എന്ന് പറയുന്ന വ്യക്തിക്ക് അത്ലറ്റിക്സിലും കൊടുക്കുന്നുണ്ട്. 2 വ്യക്തിക്കാണ്. ബജ്രംഗ് എന്ന് പറയുന്ന വ്യക്തിക്ക് റെസ്ലിംഗ് 2019 അവാർഡ് കൊടുത്തു. പുനില ദീപ മാലിക് എന്ന് പറയുന്ന വ്യക്തിക്ക് അത്ലറ്റിക്സിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് 2019 അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്ക് ക്രിക്കറ്റിലും മിർബായ് ചനു എന്ന് പറയുന്ന വ്യക്തിക്ക് വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും 2018 അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത അവാർഡ് എന്ന് പറയുന്നത് ദ്രോണാചാര്യ അവാർഡാണ്. ദ്രോണാചാര്യ അവാർഡ് 1985 മുതലാണ് ദ്രോണാചാര്യ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്. എമിനൻ്റ് ആയിട്ടുള്ള കോച്ച്, സക്സസ്ഫുള്ളി ട്രെയിൻ ആയിട്ടുള്ള പേഴ്സൺസിനാണ്. അതുപോലെ ടീംസിനായിക്കോട്ടെ, സ്പോർട്സ് ടീംസിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണായിക്കോട്ടെ ഏറ്റവും നല്ല കോച്ചറായിട്ടുള്ള വ്യക്തിക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്ന അവാർഡ്. അവാർഡിനെ സംബന്ധിച്ചിടത്തോളം 2019 ആ അവാർഡ് കൊടുത്ത വ്യക്തികൾ മിർസ്ബാൻ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഹോക്കിയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത്. സന്ദീപ് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി ടേബിൾ ടെന്നീസിൽ അദ്ദേഹം കോച്ചായതിൻ്റെ, മനസ്സിലായില്ലേ,
അദ്ദേഹം ഏറ്റവും നല്ല കോച്ചിനുള്ള അവാർഡാണ് എന്ന് ദ്രോണാചാര്യ അവാർഡ് എന്ന് മനസ്സിലാക്കുക. സന്ദീപ് ഗുപ്ത എന്ന് പറയുന്ന ടേബിൾ ടെന്നീസിലെ കോച്ചാണ്, അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുന്നു. മൊഹിന്ദർ സിംഗ് ദിലോൺ എന്ന് പറയുന്ന വ്യക്തി അത്ലറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ ഇത് കണക്കിലെടുത്തുകൊണ്ട് അവാർഡ് കൊടുക്കുന്നു. സഞ്ജയ് ഭരദ്വാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിനെ അടിസ്ഥാനമാക്കി അവാർഡ് കൊടുക്കുന്നു. രൺബീർ സിംഗ് ഗോക്കർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കബഡിയിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിനെ അടിസ്ഥാനമാക്കി അവാർഡ് കൊടുക്കുന്നു. യു വിമൽ കുമാർ എന്ന വ്യക്തി ബാഡ്മിൻ്റണിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഈ പറയുന്ന വ്യക്തികൾക്കാണ് 2019 ഈ അവാർഡുകൾ നൽകപ്പെടുന്നത്. അടുത്തത് നമുക്ക് വരുന്ന അവാർഡുകൾ, ഇനി ഞാൻ ജസ്റ്റ് അവാർഡുകൾ ഏതൊക്കെയാണ് എന്ന് വായിച്ചു പോവുകയാണ്. അർജുന അവാർഡാണ്. അർജുന അവാർഡ് 1961 അർജുന അവാർഡ് എന്ന് പറയുന്നത് സ്പോർട്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിന് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ് എന്ന് പറയുന്ന അവാർഡ്. അതുപോലെ തന്നെ ദേവക് മേത്ത അവാർഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അവർ മിസ്റ്റർ ദേവക് മേത്തയുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവർ മിസ്റ്റർ ദേവക് മേത്തയുടെ ഓർമ്മക്കായിട്ട് കൊടുക്കുന്ന അവാർഡാണ്. GD ബിർല അവാർഡ് ഫോർ സയൻസ് റിസർച്ച്. ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് അവരുടെ വർക്കുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ കാലിബറിനെ അടിസ്ഥാനമാക്കിയൊക്കെ കൊടുക്കുന്ന അവാർഡാണ് GD ബിർല അവാർഡ് എന്ന് പറയുന്ന അവാർഡ്. ഇത്രയും അവാർഡുകളാണ് പ്രധാനപ്പെട്ട. ഞാൻ 3-4 അവാർഡ് കൂടി നിങ്ങൾക്ക് തരുന്ന ഡോക്യുമെന്റ്സിൽ ഞാൻ ഇട്ട് തരും. ഈ അവാർഡുകളാണ് പ്രധാനമായിട്ടും കൊടുക്കുന്ന അവാർഡുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതരത്ന അവാർഡ് ഒരുപാട് വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് കൂടി നിങ്ങൾക്ക് തരുന്ന ഡോക്യുമെന്റിൽ ഞാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ അവാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ അവാർഡ്സ് ഉണ്ട്, കേരള അവാർഡ്സ് ഉണ്ട്. ഞാൻ അത് രണ്ടും ഡിസ്കസ് ചെയ്തില്ല. ഞാൻ അടുത്ത പാർട്ടിൽ ആ 2 ക്ലാസ്സും കൂടി എന്തായാലും ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ബയോളജി, ക്ലാറ്റുകാർക്കാണെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രീൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി വരാനുണ്ട്. അത് ഏറ്റവും അവസാനമായിരിക്കും വരാൻ. കാരണം ക്ലാറ്റിൻ്റെ ഇത് എന്ന് പറയുന്നത് അവസാനമായതുകൊണ്ട് ഏറ്റവും അവസാനം ആയിരിക്കും അതിൻ്റെ ക്ലാസ്സുകൾ വരിക. അതുപോലെ തന്നെ മറ്റു ഈ പറയുന്ന അവാർഡുകളായിരിക്കും അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.